പഴയ നിയമം പുറപ്പാട് അധ്യായം 39. പുരോഹിത വസ്ത്രങ്ങൾ. മോശയ്ക്ക് കർത്താവ് നൽകിയ കൽപ്പനയനുസരിച്ച് അവർ വിശുദ്ധ കൂടാരത്തിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി നീലം, ധ്രുവം, കടുംചുവപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകൾ ഉപയോഗിച്ച് നേർമയുള്ള വസ്ത്രങ്ങൾ നിർമ്മിച്ചു. അഹ്റോന് വേണ്ടിയുള്ള വിശുദ്ധ വസ്ത്രങ്ങൾ ഉണ്ടാക്കി. സ്വർണം, നീലം, ധ്രുവം, കടുംചുവപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും ഉപയോഗിച്ച് അവർ എഫോദ് ഉണ്ടാക്കി. അവർ സ്വർണം തല്ലിപ്പരത്തി നേരിയ നൂലുകളായി വെട്ടിയെടുത്ത് നീലം, ധ്രുവം, കടുംചുവപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളിലും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണികളിലും വിദഗ്ധമായി ഇണക്കി ചേർത്തു. എഫോദിന് തോൾവാറുകൾ ഉണ്ടാക്കി അതിന്റെ രണ്ടറ്റങ്ങളിലും യോജിപ്പിച്ചു. എഫോദിനെ ചുറ്റിപ്പറ്റിയിരുന്ന പട്ട എഫോദ് പോലെ തന്നെ സ്വർണം, നീലം, ധ്രുവം, കടുംചുവപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളിലും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും ചേർത്ത് കർത്താവ് മോശയോട് കൽപ്പിച്ച പ്രകാരമാണ് ഉണ്ടാക്കിയത്. ചെത്തിയൊരുക്കിയ വൈഡൂര്യ കല്ലുകളിൽ മുദ്ര പോലെ ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തി. കല്ലുകൾ സ്വർണ്ണ തകിടുകളിൽ പതിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ പുത്രന്മാരുടെ സ്മാരകശിലകളായി അവ എഫോദിന്റെ തോൾവാറുകളിൽ ഉറപ്പിച്ചു. അവർ എഫോദിന്റേതുപോലെയുള്ള ചിത്രപ്പണികളോടുകൂടിയ ഒരു സ്ത്രാവണവും നിർമ്മിച്ചു. സ്വർണ്ണ നൂലുകൾ, നീലം, ധ്രുവം, കടുംചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള നൂലുകൾ, നേർമയിൽ നെയ്തെടുത്ത ചണത്തുണി എന്നിവ ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചത്. ഒരു സ്ത്രാണം സമചതുരത്തിൽ 2 മടക്കുകളായിരുന്നു. അതിന് 1 ചാൺ നീളവും 1 ചാൺ വീതിയും ഉണ്ടായിരുന്നു. അതിന്മേൽ അവർ 4 നിര രത്നങ്ങൾ പതിച്ചു. ആദ്യത്തെ നിരയിൽ മാണിക്യം, പുഷ്യരാഗം, വൈഡൂര്യം, രണ്ടാമത്തെ നിരയിൽ മരതകം, ഇന്ദ്രനീലം, വജ്രം, മൂന്നാമത്തെ നിരയിൽ പവിഴം, ചന്ദ്രകാന്ത്യം, സൗഗന്ധികം, നാലാമത്തെ നിരയിൽ പത്മരാഗം, ഗോമേതകം, സൂര്യകാന്തം. അലങ്കാരപ്പണി ചെയ്ത സ്വർണ്ണ തകിടിലാണ് ഈ രത്നങ്ങൾ പതിച്ചത്. ഇസ്രായേലിന്റെ 12 പുത്രന്മാരുടെ പേരുകൾ അനുസരിച്ച് 12 രത്നങ്ങൾ ഉണ്ടായിരുന്നു. ഓരോ ഗോത്രത്തിന്റെയും പേര് ഓരോ രത്നത്തിന്മേൽ മുദ്ര പോലെ ആലേഖനം ചെയ്തു. അവർ ഉരസ്ത്രാണത്തിന് വേണ്ടി തനി സ്വർണം കൊണ്ട് കയറുപോലെ പിണഞ്ഞെടുത്ത തുടലുകൾ പണിതു. 2 സ്വർണ്ണ തകിടും 2 സ്വർണ്ണ വളയങ്ങളും ഉണ്ടാക്കി. വളയങ്ങൾ ഉരസ്ത്രാണത്തിന്റെ മുകളിലത്തെ 2 മൂലകളിൽ ഘടിപ്പിച്ചു. 2 സ്വർണ്ണ തുടലുകൾ ഉരസ്ത്രാണത്തിന്റെ മൂലകളിലുള്ള വളയങ്ങളിൽ കൊളുത്തി. സ്വർണ്ണ തുടലുകളുടെ മറ്റേ അറ്റങ്ങൾ സ്വർണ്ണ തകിടുകളിൽ ഘടിപ്പിച്ച് എഫോദിന്റെ മുൻഭാഗത്ത് അതിന്റെ തോൾവാറുകളിൽ ബന്ധിച്ചു. 2 സ്വർണ്ണ വളയങ്ങൾ ഉണ്ടാക്കി അവ ഉരസ്ത്രാണത്തിന്റെ താഴത്തെ കോണുകളിൽ അവയുടെ ഉൾഭാഗത്ത് എഫോദിനോട് ചേർത്ത് ബന്ധിച്ചു. 2 സ്വർണ്ണ വളയങ്ങൾ കൂടി നിർമ്മിച്ച് അവ എഫോദിന്റെ തോൾവാറുകളുടെ താഴത്തെ അറ്റങ്ങൾക്ക് മുൻഭാഗത്ത് അവയുടെ തുന്നലിനോട് അടുത്ത് എഫോദിന്റെ അലങ്കൃതമായ അരപ്പട്ടയ്ക്ക് മുകളിലായി ബന്ധിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഉരസ്ത്രാണം എഫോദിന്റെ അലങ്കൃതമായ അരപ്പട്ടയ്ക്ക് മുകളിലാണ്. ഇളകിപ്പോകാതിരിക്കാൻ അവയുടെ വളയങ്ങൾ ഒരു നീലച്ചരട് കൊണ്ട് ബന്ധിച്ചു. എഫോദിന്റെ നീലയെങ്കിൽ നീല നിറത്തിൽ നെയ്തെടുത്തു. തല കടത്താൻ അതിന്റെ നടുവിൽ ഒരു ദ്വാരമുണ്ടായിരുന്നു. ധരിക്കുമ്പോൾ കീറിപ്പോകാതിരിക്കാൻ ഉടുപ്പുകൾക്ക് ചെയ്യാറുള്ളതുപോലെ ദ്വാരത്തിന് ചുറ്റും ഒരു നാട് തുന്നിച്ചേർത്തു. നീലയങ്കിയുടെ വിളിമ്പിന് ചുറ്റും നീലം, ധ്രുവം, കടുംചുവപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള പിരിച്ച ചണനൂലുകൊണ്ട് മാതള നാരകങ്ങൾ തുന്നിച്ചേർത്തു. അവർ അതിനെ സ്വർണം കൊണ്ട് മണികൾ ഉണ്ടാക്കി. നീലയങ്കിയുടെ വിളിമ്പിന് ചുറ്റും മാതള നാരങ്ങയുടെ ഇടയിൽ ബന്ധിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ശുശ്രൂഷയ്ക്ക് നീലയങ്കിയുടെ വിളിമ്പിന് ചുറ്റും ഒന്നിടവിട്ട് മണികൾ മാതള നാരകങ്ങളും ഉണ്ടായിരുന്നു. അവർ അഹ്റോനും അവന്റെ പുത്രന്മാർക്കും വേണ്ടി നേർത്ത ചണം കൊണ്ട് അങ്കികൾ നെയ്തു. നേരിയ ചണം കൊണ്ട് തലപ്പാവും തൊപ്പികളും നേരിയ ചണച്ചരടുകൊണ്ട് കാൽച്ചട്ടയും ഉണ്ടാക്കി. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവ നേർത്ത ചണത്തുണിയും നീലം, ധ്രുവം, കടുംചുവപ്പ് എന്നീ വർണ്ണങ്ങളുള്ള നൂലുകളും ഉപയോഗിച്ച് ചിത്ര തയ്യലിൽ അരപ്പട്ടയുണ്ടാക്കി. വിശുദ്ധ കിരീടത്തിന്റെ തകിട് അവർ തനി സ്വർണം കൊണ്ട് നിർമ്മിച്ച് അതിന്മേൽ ഒരു മുദ്ര എന്ന പോലെ കർത്താവിന്റെ സമർപ്പിതൻ എന്ന് കൊത്തിവെച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തലപ്പാവിന്റെ മുൻവശത്ത് ബന്ധിപ്പിക്കാൻ തകിടിന്മേൽ ഒരു നീല ചരട് പിടിപ്പിച്ചു. ഇങ്ങനെ സമാഗമ കൂടാരത്തിന്റെ പണികളെല്ലാം അവസാനിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനം എല്ലാ കാര്യങ്ങളും ചെയ്തു. അവർ കൂടാരം അതിന്റെ എല്ലാ ഉപകരണങ്ങളോടും കൂടി മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു. കൊളുത്തുകൾ, പലകകൾ, അഴികൾ, തൂണുകൾ, പാദകുടങ്ങൾ, ഊറക്കിട്ട മുട്ടാടിൻ തോലുകൊണ്ടുള്ള വിരി, നീലക്കരടി തോലുകൊണ്ടുള്ള വിരി, തിരശ്ശീല, സാക്ഷ്യപേടകം, അതിന്റെ തണ്ടുകൾ, കൃപാസനം, മേശ, അതിന്റെ ഉപകരണങ്ങൾ, തിരുസാന്നിധ്യത്തിന്റെ അപ്പം, തനി സ്വർണം കൊണ്ട് നിർമ്മിച്ച വിളക്കുകാൽ, അതിന്റെ ദീപനിര, അതിന്റെ ഉപകരണങ്ങൾ, വിളക്കിനുള്ള എണ്ണ, സ്വർണ്ണ ബലിപീഠം, അഭിഷേക തൈലം, പരിമള ധൂപത്തിന് സുഗന്ധദ്രവ്യങ്ങൾ, കൂടാരവാതിലിന്റെ യവനിക, കൂടുകൊണ്ടുള്ള ബലിപീഠം, ചട്ടക്കൂട്, തണ്ടുകൾ, ഉപകരണങ്ങള്, സ്നാനപാത്രങ്ങൾ, അതിന്റെ പീഠം, അങ്കണത്തിന്റെ മറകൾ,
തൂണുകൾ, പാദകുടങ്ങൾ, അങ്കണ കവാടത്തിന്റെ യവനിക, കയറുകൾ, കുറ്റികൾ, സമാഗമ കൂടാരത്തിന്റെ ശുശ്രൂഷയ്ക്കുള്ള പാത്രങ്ങൾ, വിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിശുദ്ധ വസ്ത്രങ്ങൾ, പുരോഹിതനായ അഹ്റോന്റെ വിശുദ്ധ വസ്ത്രങ്ങൾ, അവന്റെ പുത്രന്മാർ പുരോഹിത ശുശ്രൂഷയ്ക്ക് അണിയേണ്ട വസ്ത്രങ്ങൾ, കർത്താവ് മോശയോട് കൽപ്പിച്ചതെന്ന പോലെ ഇസ്രായേൽ ജനം ഇവയെല്ലാം ഉണ്ടാക്കി. അവർ ചെയ്ത ജോലികളെല്ലാം മോശ പരിശോധിച്ചു. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് തന്നെ അവർ പ്രവർത്തിച്ചിരുന്നു. മോശ അവരെ അനുഗ്രഹിച്ചു. അധ്യായം 40. കൂടാരപ്രതിഷ്ഠ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, 1-ാം മാസത്തിന്റെ 1-ാം ദിവസം നീ സമാഗമ കൂടാരം സ്ഥാപിക്കണം. സാക്ഷ്യപേടകം അതിനുള്ളിൽ പ്രതീക്ഷിച്ച് തിരശ്ശീല കൊണ്ട് മറയ്ക്കണം. മോശ കൊണ്ടുവന്ന് അതിന്റെ ഉപകരണങ്ങളെല്ലാം അതിന്റെ മേൽ ക്രമപ്പെടുത്തിയിരിക്കണം. വിളക്കുകൾ കൊണ്ടുവന്ന് അതിന്മേൽ വിളക്കുകൾ ഉറപ്പിക്കുക. ധൂപാർച്ചനയ്ക്കുള്ള സ്വർണ്ണപീഠം സാക്ഷ്യപേടകത്തിന്റെ മുൻപിൽ സ്ഥാപിക്കുകയും കൂടാരവാതിലിന് യവനിക ഇടുകയും വേണം. സമാഗമ കൂടാരത്തിന്റെ വാതിലിന് മുകളിൽ നീ ദഹന ബലിപീഠം സ്ഥാപിക്കണം. സമാഗമ കൂടാരത്തിന്റെയും ബലിപീഠത്തിന്റെയും മധ്യേ ക്ഷാളനപാത്രം വെച്ച് അതിൽ വെള്ളം ഒഴിക്കുക. ചുറ്റും അങ്കണമൊരുക്കി അങ്കണ കവാടത്തിൽ യവനിക തൂക്കിയിടണം. അതിനുശേഷം അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ള സകലതും അഭിഷേചിക്കുക. അങ്ങനെ കൂടാരവും അതിന്റെ ഉപകരണങ്ങളും ശുദ്ധീകരിക്കുക. അവ വിശുദ്ധമാകും. ദഹന ബലിപീഠവും അതിലെ ഉപകരണങ്ങളും അഭിഷേചിച്ച് ശുദ്ധീകരിക്കുക. ബലിപീഠം അതിവിശുദ്ധമാകും. ക്ഷാളനപാത്രവും അതിന്റെ ബലിപീഠവും അഭിഷേചിച്ച് ശുദ്ധീകരിക്കണം. അനന്തരം അഹ്റോനും അവന്റെ പുത്രന്മാരും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്ക് കൊണ്ടുവന്ന് വെള്ളം കൊണ്ട് കഴുകണം. അഹ്റോനെ നീ വിശുദ്ധ വസ്ത്രങ്ങൾ അണിയിക്കുകയും അഭിഷേചിച്ച് ശുദ്ധീകരിക്കുകയും വേണം. അങ്ങനെ അവൻ പുരോഹിത പദവിയിൽ എന്നെ ശുശ്രൂഷിക്കട്ടെ. അവന്റെ പുത്രന്മാരെ കൊണ്ട് അങ്കികൾ അണിയിക്കണം. അവരുടെ പിതാവിനെ അഭിഷേചിച്ചതുപോലെ അവരെയും അഭിഷേകം ചെയ്യണം. പുരോഹിതരെന്ന നിലയിൽ അവർ എനിക്ക് ശുശ്രൂഷ ചെയ്യട്ടെ. അവരുടെ ഈ അഭിഷേകം അവരെ തലമുറകളിലൂടെ നിലനിൽക്കുന്ന നിത്യപുരോഹിതത്തിൽ ഭാഗഭാക്കുകളാക്കും. മോശ അപ്രകാരം പ്രവർത്തിച്ചു. കർത്താവ് തന്നോട് കൽപ്പിച്ചതെല്ലാം അവൻ അനുഷ്ഠിച്ചു. 2-ാം വർഷം 1-ാം മാസം 1-ാം ദിവസം കൂടാരം സ്ഥാപിക്കപ്പെട്ടു. മോശ കൂടാരം ഉയർത്തി അതിന്റെ പാദകുടങ്ങൾ ഉറപ്പിച്ച് പലകകൾ പിടിപ്പിച്ച് അഴികൾ നിരത്തി തൂണുകൾ നാട്ടി. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കൂടാരത്തിന്റെ വിധാനം ഒരുക്കി. വിരികൾ നിരത്തി അവർ ഉടമ്പടി പത്രികയെടുത്ത് പേടകത്തിൽ വെച്ചു. തണ്ടുകൾ പേടകത്തോട് ഘടിപ്പിച്ച് പേടകത്തിനു മീതെ കൃപാസനം സ്ഥാപിക്കുകയും ചെയ്തു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ സാക്ഷ്യപേടകം കൂടാരത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നു. അത് തിരശ്ശീല കൊണ്ട് മറച്ചു. അവൻ സമാഗമ കൂടാരത്തിൽ ശ്രീകോവിലിന്റെ വടക്കുവശത്തായി യവനികയ്ക്ക് വെളിയിൽ മേശ സ്ഥാപിച്ചു. അതിന്റെ മേൽ കർത്താവ് കൽപ്പിച്ചതുപോലെ അവിടുത്തെ മുൻപിൽ ക്രമപ്രകാരം അപ്പവും വെച്ചു. സമാഗമ കൂടാരത്തിൽ മേശയ്ക്കെതിരായി ശ്രീകോവിലിന്റെ തെക്കുവശത്ത് വിളക്കുകൾ സ്ഥാപിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കർത്താവിന്റെ മുൻപിൽ വിളക്കുകൾ വെച്ചു. സമാഗമ കൂടാരത്തിൽ തിരശ്ശീലയുടെ മുൻപിൽ ധൂപാർച്ചനയ്ക്ക് സ്വർണ്ണപീഠം സ്ഥാപിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അതിന്മേൽ പരിമളദ്രവ്യങ്ങൾ പുകച്ചു. കൂടാരത്തിന്റെ വാതിൽക്കൽ തിരശ്ശീല തൂക്കിയിട്ടു. കർത്താവ് കൽപ്പിച്ചതുപോലെ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ ദഹന ബലിപീഠം സ്ഥാപിക്കുകയും അതിന്മേൽ ദഹനബലിയും ധാന്യബലിയും അർപ്പിക്കുകയും ചെയ്തു. സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും മധ്യേ സ്നാനപാത്രം വെച്ച് അതിൽ ക്ഷാളനത്തിലുള്ള വെള്ളം ഒഴിച്ചു. ഈ വെള്ളം കൊണ്ട് മോശയും അഹ്റോനും അഹ്റോന്റെ പുത്രന്മാരും കൈകാലുകൾ കഴുകി. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോഴും ബലിപീഠത്തെ സമീപിക്കുമ്പോഴും ക്ഷാളന കർമ്മം അനുഷ്ഠിച്ചു പോന്നു. അവൻ കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റും അങ്കണമുണ്ടാക്കി അങ്കണ കവാടത്തിൽ യവനിക ഇട്ടു. അങ്ങനെ മോശ ജോലി ചെയ്തു തീർത്തു. കർത്താവിന്റെ സാന്നിധ്യം. അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു. കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. മോശയ്ക്ക് സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല, കാരണം മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു. കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത്. മേഘം ഉയർന്നില്ലെങ്കിൽ അത് ഉയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല. കർത്താവിന്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിന് മുകളിൽ നിലകൊണ്ടിരുന്നു. രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു. ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു. ദിവസവും 15 മിനിറ്റ് ബൈബിൾ ശ്രവിക്കാനായി എന്നോടൊപ്പം കൂടുക.